ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഫോർത്ത് മൊഡ്യൂൾ വെഹിക്കിൾ സേഫ്റ്റി ഡിവൈസസ് ആൻറ്റി തെഫ്റ്റ് സിസ്റ്റംസ് ആൻഡ് അതർ ഫീച്ചേഴ്സ്. ഇതിലെ പാർട്ട് 3 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആൻറ്റി തെഫ്റ്റ് സിസ്റ്റംസ്. എന്തൊക്കെയാണ് ആൻറ്റി തെഫ്റ്റ് സിസ്റ്റംസ്? അതിൽ കീലെസ് എൻട്രി, വെഹിക്കിൾ ഇമ്മൊബിലൈസർ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, ലേഔട്ട്, അതിൻ്റെ വർക്കിംഗ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സേഫ്റ്റി സിസ്റ്റംസ് ആയിട്ടുള്ള ABS, EBD, ESC ആൻഡ് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഇനി നമ്മൾ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തിലേക്ക് വരാം. ABS എല്ലാവർക്കും കേട്ട് സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് ABS, അല്ലെങ്കിൽ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. പലർക്കും അതിൻ്റെ ഫുൾ ഫോം അറിയണമെന്നില്ല. അപ്പോൾ എന്താണ് ABS എന്ന് പറഞ്ഞാൽ? ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. അപ്പോൾ വൈ ഡു വി നീഡ് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം? അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ABS ഒക്കെ കൊടുക്കേണ്ട ആവശ്യം? സാധാ ബ്രേക്ക് കൊടുത്താൽ പോരെ? അതാണ് ഒന്നാമത്തെ ചോദ്യം. ആദ്യം നമ്മൾ ABSലെ കൺസ്ട്രക്ഷൻ വർക്കിങ്ങിലേക്കൊക്കെ വരുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്തിനാണ്, വൈ ഡു വി നീഡ് ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം? നമുക്കറിയാം, റോഡിൻ്റെ സർഫേസ്, ആ റോഡിലുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതുപോലെ വീലിൻ്റെയും ഇടയിലുള്ള ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതിനനുസരിച്ചാണ് നമ്മൾ ബ്രേക്ക് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റോഡ് നമുക്കറിയാം, നല്ല മിനുസുള്ള റോഡാണെങ്കിൽ ചവിട്ടിയാൽ നിൽക്കില്ല, അല്ലേ? അതാണ് ടാറുള്ള റോഡിൽ എന്ന് പറഞ്ഞാൽ അത് ഗ്രിപ്പ് ഉണ്ടാവും, അതുപോലെ അവിടെ ഫ്രിക്ഷൻ കൂടുതലുണ്ട്, അല്ലേ? അങ്ങനത്തെ റോഡിൽ നമ്മൾ ചവിട്ടി, നല്ല ഗ്രിപ്പുള്ള റോഡിലാകുമ്പോൾ എന്താണ്, ചവിട്ടിയാൽ നിൽക്കും. എന്നാൽ വെള്ളമായി കഴിഞ്ഞാൽ അതേ റോഡിൽ മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളമായി നിൽക്കുന്ന സമയത്ത് ആ ടാറിൻ്റെ മേലെ വെള്ളമായി കഴിഞ്ഞാൽ അത്ര ഗ്രിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ കുറയും. അപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എഫക്റ്റീവായി പിടിക്കാൻ കഴിയില്ല. ചിലപ്പോൾ വീലൊക്കെ നിൽക്കും, പക്ഷെ വണ്ടി നിൽക്കില്ല, വണ്ടി മുന്നോട്ട് സ്കിഡായി പോകും. ഓക്കെ, ഇനി മറ്റൊരവസ്ഥ, നമ്മൾ എന്താണ്, ഒരു ഗട്ടറുള്ള റോഡ് കൂടെയാണ് പോകുന്നത്, കുണ്ടും കുഴിയുള്ള റോഡ്. പക്ഷെ ആ ഗട്ടറുള്ള റോഡ് വളരെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കും. പക്ഷെ അതന്നെ ചരലൊക്കെ ആണെങ്കിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരതിപ്പോവും. അപ്പോൾ റോഡിൻ്റെ കണ്ടീഷനും അതുപോലെ തന്നെ റോഡ് സർഫേസിൻ്റെ വീലിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്ര കിട്ടുന്നു അതിനനുസരിച്ചാണ് ആ ബ്രേക്ക് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടയർ റോഡിലേക്കുള്ള അഡ്ഹീഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ കാരണമുള്ള ഫോഴ്സ്. അഡ്ഹീഷൻ എന്ന് പറഞ്ഞാൽ അഡ്ഹീഷൻ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അഡ്ഹീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിലേക്ക് ഒട്ടി നിൽക്കുന്ന അവസ്ഥ. ടയറും റോഡും തമ്മിൽ ഗ്രിപ്പില്ലാതാവുമ്പോൾ ഒട്ടി നിൽക്കില്ല, മീൻസ് അതിൻ്റെ മേലെ കൂടെ നിരതിപ്പോവും. അഡ്ഹീഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളുള്ള ഒട്ടി നിൽക്കുക, അല്ലെങ്കിൽ പിടിച്ച് നിൽക്കുക, സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക, അതാണ് അഡ്ഹീഷൻ എന്ന് പറഞ്ഞാൽ. സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന ഒരിത്. അപ്പോൾ അത് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ബ്രേക്ക് ഫോഴ്സ് കിട്ടുന്നത്, ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നിൽക്കുന്നത്. അങ്ങനെ അഡ്ഹീഷൻ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, റോഡിൽ ടയർ സ്റ്റിക്കായി നിൽക്കുന്നത് ഒഴിവായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മൾ വീലെന്ത് ചെയ്യും, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീല് ലോക്കാവും, പക്ഷെ വണ്ടി അങ്ങനെ സ്കിഡായി പോവും. അപ്പോൾ വീല് ലോക്ക് ചെയ്ത് പിന്നെ അപ്പോൾ അവിടെ നമുക്ക് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ, അങ്ങനത്തെ കേസിൽ നമുക്ക് സ്റ്റിയറിംഗ് വീല് ടേൺ ചെയ്യാനും പറ്റൂല. അങ്ങനെ വീലാണ് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് വണ്ടി പിടിച്ചാൽ നിൽക്കുന്നത് മാത്രമല്ല, വണ്ടിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇത് വേറെ കണ്ടീഷൻ വെച്ചാൽ ഐസായിട്ടുള്ള റോഡ്, അതുപോലെ തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുണ്ടാവും, ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ നേരം വെളുത്ത് കഴിഞ്ഞാൽ റോഡ് സർഫേസൊക്കെ ഐസി ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്താണെങ്കിൽ ഫുൾ മഴയുള്ള സമയത്തൊക്കെ റോഡിലുള്ള ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ അഡ്ഹീഷൻ, ഈ റോഡും ടയറും തമ്മിലുള്ള അഡ്ഹീഷൻ, ആ സ്റ്റിക്കീസ് കണ്ടീഷൻ ഇല്ലാതാവും. അപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീല് മാത്രം ലോക്കായിട്ട് വണ്ടി നിൽക്കാത്തൊരവസ്ഥ, വീല് റോഡിന് മേലെ നിരതിപ്പോവും, സ്കിഡായിപ്പോവും. അപ്പോൾ ഇത് ഒഴിവാക്കാനും, അതുവഴി അങ്ങനെ സ്കിഡായി കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വളരെ, ചിലപ്പോൾ നിരതി ഇങ്ങനെ പോയി നിൽക്കും കുറച്ച് ദൂരെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫ്രണ്ടിൽ ഒരു ആക്സിഡൻ്റൽ കോസസ് എന്തെങ്കിലും വരികയാണ്.
അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു കുട്ടി നമ്മളെ വാഹനത്തിന് മുന്നിൽ കൂടെ ഓടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മറ്റേ എതിർവശത്തു നിന്ന് വാഹനം നമ്മളെ അതേ ഡയറക്ഷനിൽ വരികയാണ്, നമ്മുടെ സൈഡിൽ കൂടെ വരികയാണ്. അങ്ങനെയൊക്കെ കണ്ടീഷനിൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നമ്മൾ കരുതിയോടത്ത് ബ്രേക്ക് പിടിച്ചാൽ നിൽക്കില്ല, വണ്ടി പോയി നിരതി പോയിട്ട് ആക്സിഡൻറ്റ് കോസ് ചെയ്യാൻ കാരണമാകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ്, അപ്പോൾ ആ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറക്കാനും സ്കിഡിങ് ഒഴിവാക്കാനും എഫക്റ്റീവായിട്ട് ബ്രേക്ക് ചെയ്യാനും ലോക്കിംഗ് ഒഴിവാക്കി നമ്മൾ അതുപോലെ തന്നെ വീൽ ലോക്കായി നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടപ്പെടാതിരിക്കാനും സ്റ്റിയറിംഗ് ചെയ്ത് ഇപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ഇപ്പോൾ സഡനായിട്ട് നമ്മൾ വളരെ അടുത്താണ് അങ്ങനെ ഒരു പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ട എമർജൻസി ബ്രേക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ABS ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ അതുപോലെ തന്നെ ഇനി എന്താണ് എത്ര ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ പോലും ABS ഉണ്ടെങ്കിൽ പോലും നല്ല എത്ര ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കില്ല. അവിടെ നമ്മൾ എന്താണ് അതിന് ടയർ തേഞ്ഞിട്ടെങ്കിലും അങ്ങോട്ട് രതിയിട്ട് പോവും, ചെന്ന് തട്ടും. അപ്പോൾ അവിടെ നമുക്ക് ആകെ രക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് വെട്ടിച്ച് കൊണ്ടുപോകുക, അല്ലെങ്കിൽ നമ്മൾ ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക, അതാണ് നമ്മൾ പറയുക അല്ലേ, വെട്ടിച്ചെടുക്കുക എന്ന് പറയും, അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ അവിടുന്ന് സ്റ്റിയറിങ് ചെയ്ത് ഒഴിവാക്കുക. പക്ഷേ നമ്മൾ സാധാരണ നോർമൽ ബ്രേക്കിംഗ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ബ്രേക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വീലാണ് ലോക്കാവും, വീലൻ ലോക്കായി പോയി തട്ടും. എന്നാൽ ABS സിസ്റ്റം ആകുമ്പോൾ നമുക്ക് അതിനെ തൊട്ട് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് അവിടെ ലോക്കാവാതെ വീലിനെ കട്ട് ചെയ്തെടുത്തിട്ട് വാഹനത്തെ കട്ട് ചെയ്തെടുത്ത്, അല്ലെങ്കിൽ വാഹനത്തെ നമ്മൾ ഡ്രൈവ് ചെയ്തെടുത്തിട്ട് സ്റ്റിയറിങ് ചെയ്തിട്ട് വേറെ ദിശയിലേക്ക് അല്ലെങ്കിൽ നേരെ തിരിച്ചാണ് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പരമാവധി ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ പറ്റും. അവിടെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളും ABS സിസ്റ്റം ആകുമ്പോൾ ബ്രേക്ക് ചെയ്താൽ പോലും വീൽ ലോക്കാവാതെ സ്റ്റിയറിംഗ് കൺട്രോൾ കൂടെ കിട്ടും. അതാണ് ABSഉം നോൺ ABSഉം നമ്മളെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ വീല് ലോക്കായി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളരെ അടുത്തൊക്കെയുള്ള കണ്ടീഷനാണ്, നമുക്ക് പെട്ടെന്ന് ടേൺ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നടക്കില്ല. എന്നാൽ ABS ഉള്ള സിസ്റ്റം ആകുമ്പോൾ അത് നടക്കും. അപ്പോൾ മെയിനായിട്ടും 3 കാര്യങ്ങളാണ് നോർമൽ ബ്രേക്കിംഗ് സിസ്റ്റം ആകുമ്പോൾ. ഒന്ന് സ്കിഡായി പോകുന്നുള്ളതാണ്, രണ്ടാമത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, അങ്ങനെ സ്കിഡായി പോകുന്നതുകൊണ്ട് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ചെയ്ത് പോകാൻ കഴിയില്ല. അപ്പോൾ ABS ആകുമ്പോൾ നമുക്ക് സ്കിഡായി പോകുന്നത് ഒരു പരിധിയെ കുറക്കാൻ പറ്റും. രണ്ടാമത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറക്കാൻ പറ്റും. മൂന്നാമത്തത് നമ്മൾ സ്റ്റിയറിംഗ് ചെയ്ത് പോകാൻ കഴിയും, അഥവാ നമുക്ക് ടേൺ ചെയ്ത് പോകാൻ കഴിയും. അങ്ങനെ ആക്സിഡൻറ്റ് കോസസ് ഉണ്ടാകുമ്പോൾ ഇതിന് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും എന്നുള്ളതാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ABS എന്ന് പറഞ്ഞാൽ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഈസ് എ സേഫ്റ്റി സിസ്റ്റം വിച്ച് പ്രിവെൻറ്റ്സ് ദ വീൽസ് ഫ്രം ലോക്കിംഗ് അപ്പ് ഓർ സീസിങ് ടു റൊട്ടേറ്റ് വൈൽ ബ്രേക്കിംഗ്. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ലോക്കായി കിടക്കുന്നതിന് തൊട്ട് വീലിനെ തടയുന്ന ഒരു സേഫ്റ്റി സിസ്റ്റമാണ് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ വീല് ലോക്കായി വണ്ടി നിൽക്കാത്തൊരവസ്ഥ വരുമ്പോഴാണ് പിന്നെ നേരത്തെ പറഞ്ഞ 3 അവസ്ഥകളും ചെയ്യുന്നത്. അപ്പോൾ വീല് ലോക്കപ്പിനെ പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിയറിംഗ് കൺട്രോളും ചെയ്യാൻ പറ്റും, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറക്കാൻ പറ്റും ചെയ്യും, അതുപോലെ സ്കിഡായി പോകാതെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഈ ടെക്നോളജി വന്നതെന്ന് പറയുന്നത് ഗ്രൗണ്ട് വെഹിക്കിൾസിന് മുന്നേ വന്നുള്ളത് എയർക്രാഫ്റ്റുകളിലൊക്കെയാണ് ആദ്യം ഈ ഒരു ടെക്നോളജി വന്നിട്ടുള്ളത്. എയർക്രാഫ്റ്റുകളിൽ നിന്നാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തെടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ കോപ്പി അടിച്ച്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ വാഹനങ്ങളിലേക്കും അത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. അപ്പോൾ ആദ്യമൊക്കെ ഈ എയർക്രാഫ്റ്റുകളിലൊക്കെയാണിത് ABS സിസ്റ്റം യൂസ് ചെയ്തിരുന്നത്. പിന്നെ ടെക്നോളജി നമ്മൾ എല്ലാ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള എല്ലാ വാഹനങ്ങളും, കാരണം പഴയ കാലത്തുള്ള വാഹനങ്ങളിൽ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം റോഡുകൾ തിരക്കുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല വാഹനത്തിന് അത്ര സ്പീഡോ പവറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻജിൻ്റെ പവർ സ്പീഡൊക്കെ കൂടി, അത് മാത്രമല്ല റോഡ് തിരക്കായി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബ്രേക്കിംഗ് ആക്സിഡൻറ്റ് കാര്യങ്ങൾ കൂടി, അതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സേഫ്റ്റി ഡിവൈസസ് വാഹനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു.
ഇനി ABS എങ്ങനെയാണ് ഈ ഒരു സംഭവം ഓവർകം ചെയ്യുന്നത്, സ്കിഡിങ്ങിനെ ഓവർകം ചെയ്യുന്നത്, വീൽ ലോക്കപ്പിനെ ഓവർകം ചെയ്യുന്നത്? സിമ്പിളായിട്ട് ABS എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഏത് വീലാണോ ലോക്കാവുന്നത് എന്നുള്ളത് ABS സെൻസ് ചെയ്തിട്ട് ആ വീലിനെ സൈക്ലിക്കായിട്ട് ബ്രേക്ക് അപ്ലൈയും റിലീസും ചെയ്യുക. ബ്രേക്ക് കൊടുക്കുന്നു, അപ്പം തന്നെ റിലീസ് ചെയ്യുന്നു, ബ്രേക്ക് കൊടുക്കുന്നു, റിലീസ്. ഇങ്ങനെ വളരെ സെക്കൻഡുകളിൽ തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. അപ്പോൾ ആ വീലിന് ലോക്കാവാൻ കഴിയില്ല. കാരണം അത് ലോക്കാവുമ്പോൾ അതിലേക്കുള്ള ബ്രേക്ക് ഫോഴ്സ് ഒഴിവാക്കും. അപ്പോൾ അത് കറങ്ങാൻ ശ്രമിക്കും, അപ്പോൾ വീണ്ടും ലോക്ക് ചെയ്യും. അങ്ങനെ സൈക്ലിക്കായിട്ട് റിലീസിങ്ങും റീ അപ്ലൈയും ചെയ്തിട്ട് ഇതൊന്നും മാനുവലായിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ബ്രേക്ക് ആൻഡ് പെഡൽ സഡനായിട്ട് അമർത്തുന്ന സമയത്ത് ഇതൊക്കെ മെഷീൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ABS കൺട്രോൾ മൊഡ്യൂൾ വെച്ചിട്ട് നമ്മൾ ഫ്ലൂയിഡ് പ്രഷറൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീലിനെ സൈക്ലിക്കായിട്ട് ഏത് വീലാണോ ലോക്കാവുന്നത് അത് സെൻസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട്, സെൻസർ ഉപയോഗിച്ച് അത് സെൻസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാണ്, മോഡുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പൾസേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് കൊടുക്കുകയാണ്. റിലീസും റീ അപ്ലൈയും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പൾസ് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് വീൽ ലോക്ക് ചെയ്യാതെ സ്റ്റിയറിങ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നമുക്ക് വാഹനത്തെ നിർത്താൻ കഴിയും. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറക്കാനും കഴിയും, സ്കിഡിങ് ഒഴിവാക്കാനും കഴിയും. ഇനി ABS സിസ്റ്റത്തിൻ്റെ ലേ ഔട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ABS സിസ്റ്റത്തിൻ്റെ ലേ ഔട്ട്. അപ്പോൾ ഈ ലേ ഔട്ട് എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ബ്രേക്കിംഗ് സിസ്റ്റത്തിലെ ബ്രേക്ക് പെഡൽ ഇവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വാക്വം ബൂസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മാസ്റ്റർ സിലിണ്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് നേരെ നമ്മളെ ABS ആക്ച്വേറ്റർ, ഇതാണ് നമ്മൾ ABS ആക്ച്വേറ്റർ. ആ ABS മൊഡ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ ABS കൺട്രോൾ മൊഡ്യൂൾ അല്ലെങ്കിൽ ABS ECU ആണിത്. പിന്നെ വാൾവുകളുണ്ടാവും. പിന്നെ ഈ ABS ആക്ച്വേറ്ററും വാൾവും പിന്നെ ഓരോ ലൈനുകൾ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മളെ ഫ്ലൂയിഡ് ലൈൻസ്, ബ്രേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫ്ലൂയിഡ് ലൈൻസ് ഉണ്ടാവും. നമ്മളെ വീലിൻ്റെ അടുത്തായിട്ട് സ്പീഡ് സെൻസേഴ്സ് ഉണ്ടാവും. ആ സെൻസർ നമ്മൾ ECUലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത്രയാണ് നമ്മൾ. പിന്നെ നമ്മൾ സാധാരണ ബ്രേക്ക് ചെയ്യുന്ന സിസ്റ്റം, നമ്മൾ ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ കൂടുതൽ സിസ്റ്റത്തിലും ഉണ്ടാവാം. കാരണം ABS ഒക്കെ ഉള്ള വാഹനമാകുമ്പോൾ കൂടുതലും ഡിസ്ക് ബ്രേക്കുകൾക്ക് കൂടുതലും ഡ്രം ബ്രേക്കിനെ കൂടുതൽ എഫിഷ്യൻസി അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് ബ്രേക്കിംഗ് ഉണ്ടല്ലോ, കൂടുതൽ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറയുന്നത് ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉള്ളത് ഡിസ്ക് ബ്രേക്കുകളാണ്. അപ്പോൾ നമ്മൾ ABS ഉള്ള വാഹനമാകുമ്പോൾ കൂടുതലും ഡിസ്ക് ബ്രേക്ക് കൂടെ ഉണ്ടാവും. അപ്പോൾ ഡിസ്ക് ബ്രേക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം. ഇതിൻ്റെ ബ്രേക്ക് പെഡല്, വാക്വം ബൂസ്റ്റർ ഉണ്ട്, മാസ്റ്റർ സിലിണ്ടർ ഉണ്ട്, പിന്നെ നമ്മൾ ABS ആക്ച്വേറ്റർ, ABS ECU, വാൾവ്, നെക്സ്റ്റ് സെൻസേഴ്സ് ഫ്രണ്ടിലും എല്ലാ വീൽസിലും, 4 വീൽസിലും. അത് എല്ലാ ABSലും ഉണ്ടാവില്ല. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറും ഫ്രണ്ടിലത്തെ 2 വീലിൽ മാത്രം കൺട്രോൾ ചെയ്യുന്ന ടൈപ്പുണ്ട്. ഇതിൽ 4 വീലിനും കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള, കൂടുതൽ ലക്ഷറി വെഹിക്കിൾസ് കാണുന്ന 4 സ്പീഡിനും കൺട്രോൾ ചെയ്യുന്ന ABS സിസ്റ്റം ഉണ്ട്. പിന്നെ ഫ്ലൂയിഡ് ലൈൻസ്, ആ ബ്രേക്ക് ലൈൻസ് നമ്മളുടെ ഓരോ ഇതിലേക്കും ബ്രേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇതിലേക്കുള്ള ഫ്ലൂയിഡ് ലൈൻസ്. പിന്നെന്തുണ്ട്, സെൻസറിൽ നിന്ന് നേരെ നമ്മൾ വയർ വെച്ചിട്ട് നമ്മൾ ABS ECUലേക്ക് കണക്ട് ചെയ്യുന്നു. ABS ECU എന്ന് നമ്മൾ കണക്ട് ചെയ്യുന്നത്, ABS ECU ആണ് നമ്മൾ ABS ആക്ച്വേറ്ററിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലേ ഔട്ട് നിങ്ങൾ ആദ്യം വരച്ചെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയാം. ഇതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അതിന് മുൻപ് ഇതിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ വർക്കിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വളരെ സിമ്പിളാണ്, പക്ഷെ പറയാനും മനസ്സിലാക്കാനൊക്കെ കുറച്ച് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ കുറച്ച് കോസ്റ്റ്ലി ആണ്. കാരണം നമ്മൾ സാധാരണ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് പോലെ വെറും മാസ്റ്റർ സിലിണ്ടറോ
എന്താണ് ഫ്ലൂയിഡ് ലൈൻസ്, ഡിസ്ക് ബ്രേക്കിൻ്റെ ഡിസ്ക് കാലിബർ മാത്രം പോരാ, എക്സ്ട്രാ നമ്മൾ ECU, അതുപോലെ തന്നെ ABS ആക്ച്വേറ്റർ, അതുപോലെ പമ്പ് വേണം, അതുപോലെ തന്നെ വാൾവുകൾ വേണം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് ഫ്ലൂയിഡ് പോയിട്ട് നമ്മൾ കാലിബർ, ഡിസ്ക് ബ്രേക്ക് ആകുമ്പോൾ കാലിബറിൻ്റെ ഉള്ളിലുള്ള പിസ്റ്റണെ നേരെ ബ്രേക്ക് പാഡുമൊക്കെ എന്താണ് പിടിക്കുകയാണ്, ബ്രേക്ക് അവിടെ അപ്ലൈ ചെയ്യാണ്. ബ്രേക്ക് എന്താണ് വണ്ടി അല്ല നമ്മളൊന്ന് അമർത്തി ചവിട്ടിനനുസരിച്ച് നമ്മൾ ആ ഫ്ലൂയിഡ് ഫോഴ്സ് പോയിട്ട് പിസ്റ്റൺ നമ്മളെ ബ്രേക്ക് പാഡിലേക്ക് എത്താൻ, ബ്രേക്ക് പാഡ് നമ്മൾ ഡിസ്കിനെ പിടിക്കും. ഡിസ്ക് പിടിക്കുമ്പോൾ ഡിസ്ക് എന്ത് ചെയ്യും, ലോക്കാവും. അപ്പോൾ വീലും റോഡ് എന്താണ് ഗ്രിപ്പ് ഉണ്ടെങ്കിൽ വീൽ അവിടെ നിൽക്കും, അല്ലെങ്കിൽ സ്കിഡായി പോകും. എന്നാൽ ഈ ഒരു സിസ്റ്റത്തിൽ അങ്ങനെയല്ല. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബ്രേക്ക് ഫോഴ്സ് നേരെ നമ്മൾ ആ ബ്രേക്ക് ഫോഴ്സ് എത്ര ഉണ്ട് എന്നുള്ളത് ആദ്യം ഇവിടെ നമ്മൾ ECU മനസ്സിലാക്കും. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും അല്ലാത്തുമ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഓരോ വീലിൻ്റെയും സ്പീഡുകൾ ABS ECU എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലാത്തുമ്പോഴൊക്കെ നമ്മൾ ഓരോ വീലിൻ്റെയും സ്പീഡ് നോർമൽ കണ്ടീഷനിൽ എല്ലാ വീലും ഒരേ സ്പീഡിലാണ് പോവുക അല്ലേ, എല്ലാ വീലും ഒരേ സ്പീഡിലാണ് പോവുക. അപ്പോൾ ഒരു സാധാരണ റോഡിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സാധാരണ എല്ലാ വീലും ഒരേ സ്പീഡിലാണ്, ഒരേ രീതിയിലാണ് സ്പീഡ് കുറയുകയും ചെയ്യുക. പക്ഷേ ഇൻ കേസ് നമ്മളെന്താണ് ഏതെങ്കിലും സ്ലിപ്പറി കണ്ടീഷൻ, ഇപ്പോൾ ഒരു ഭാഗത്ത് വെള്ളത്തിൽ കൂടെയാണ് ഒരു വീല് പോകുന്നത്, മറ്റേ ഭാഗത്ത് വീല് നല്ല റോഡ് കൂടെയാണ് പോകുന്നത്. അപ്പോൾ വെള്ളത്തിൽ കൂടെ പോകുന്ന വീല് എന്ത് ചെയ്യും, നമ്മൾ ബ്രേക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ വെള്ളത്തിലുള്ള ഭാഗത്ത് വീല് എന്ത് ചെയ്യില്ല, അത് പെട്ടെന്ന് നിൽക്കും. പക്ഷെ എന്ത് ചെയ്യില്ല, ആ ഭാഗത്തേക്ക് ഇങ്ങനെ നിരതി വണ്ടി ഇങ്ങനെ തിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പീഡ് പെട്ടെന്നാണ് കുറയാൻ ശ്രമിക്കും. മറ്റേ വീലുകൾ വണ്ടീൻ്റെ സ്പീഡിനനുസരിച്ചാണ് കുറയുക. അപ്പോൾ ഏതെങ്കിലും ഒരു വീല് സ്പീഡ് മറ്റേ നിന്നും വ്യത്യസ്തമായിട്ട് സ്പീഡ് പെട്ടെന്ന് കുറയേ, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു വീല് മറ്റൊരു വീലിനേക്കാളും സ്പീഡ് കൂടുതലായിട്ടോ, അങ്ങനെ ഏതെങ്കിലും വീലുകൾ എല്ലാ വീലും ഒരുപോലെ സ്പീഡ് കുറയേ, ഒരുപോലെ സ്പീഡ് കൂടുകയും ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു വീല് ലോക്കാവാൻ ശ്രമിക്കുകയാണ്, അതായത് ഏതെങ്കിലും ഒരു വീൽ എന്ത് ചെയ്യാണ് സ്പീഡ് ഡ്രാസ്റ്റിക്കലി കുറയാൻ മറ്റേ വീലിനെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് വീല് സ്പീഡ് കുറയാൻ മറ്റേ വീലിനനുസരിച്ച്, അങ്ങനെ അത് റോഡിൻ്റെ കണ്ടീഷനനുസരിച്ച് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ചൊക്കെ മാറും. അപ്പോൾ ഒരു വീലും നമ്മളത് മാത്രമല്ല വാഹനത്തിൻ്റെ സ്പീഡും എന്ത് ചെയ്യും, വെഹിക്കിളിൻ്റെ സ്പീഡും അതുപോലെ വീലിൻ്റെ സ്പീഡും അതും താരതമ്യം ചെയ്യും. നമ്മൾ വണ്ടി നിന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കും, വീല് നിന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു വീലിലേക്കുള്ള സ്പീഡ് സ്പീഡ് പെട്ടെന്ന് കുറഞ്ഞ് മറ്റു വീലിനേക്കാളും അത് ലോക്കാവാൻ ശ്രമിക്കാമെന്ന് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും, അതിലേക്കുള്ള ബ്രേക്ക് ഫോഴ്സ് നമ്മൾ വാൾവ് ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിലേക്കുള്ള ബ്രേക്ക് ഫോഴ്സ് നമ്മൾ ഒഴിവാക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് മാസ്റ്റർ സിലിണ്ടറിൻ്റെ സഹായത്തോടെ മാത്രമല്ല, ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ഒരു പമ്പാണ്. ശരിക്ക് പമ്പ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പമ്പ് ഫുൾ ടൈം ഹൈ പ്രഷറിൽ എന്ത് ചെയ്യാണ്, ഫ്ലൂയിഡിനെ നമ്മൾ നാല് വീലിൻ്റെ ലൈനിൽ അവിടേക്ക് പ്രഷർ ചെയ്തിട്ടാണ് അത് നമ്മൾ വാൾവ് വെച്ചിട്ട് കൺട്രോളും ചെയ്യാണ്. വാൾവ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മാത്രം അതിലേക്ക് ബ്രേക്ക് ഫോഴ്സ് പോവുള്ളൂ. അപ്പോൾ നമ്മളൊരു എല്ലാ ഭാഗത്തുകളെയും വാൾവ് ക്ലോസ്ഡ് ആണെങ്കിൽ പമ്പ് ജസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഇങ്ങനെ തിരിച്ച് നമ്മളെ ആ ഫ്ലൂയിഡ് റിസർവോയർക്ക് തന്നെ ഇങ്ങനെ എത്തിക്കൊണ്ട് വെക്കും. എപ്പോഴാണോ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നാല് വീലിലേക്കുള്ള വാൾവുകൾ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്തിട്ട് ആ ബ്രേക്ക് ഫ്ലൂയിഡ്, ആ ഹൈ പ്രഷർ ബ്രേക്ക് ഫ്ലൂയിഡ് എന്ത് ചെയ്യും, നാല് വീലിലേക്കും പോവും, ആ ബ്രേക്ക് അപ്ലൈ ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു വീൽ ലോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ECU എന്ത് ചെയ്യും, അതപ്പം തന്നെ അതിൻ്റെ സ്പീഡ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ സൈഡിലേക്കുള്ള വീലിലേക്കുള്ള വാൾവ് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യുമ്പോൾ അതിലേക്ക് ബ്രേക്ക് ഫോഴ്സ് പോവില്ല, അതിലേക്കുള്ള ഫ്ലൂയിഡ് പോവില്ല, അത് ബ്രേക്ക് റിലീസാവും. അപ്പോൾ അത് വീണ്ടും സ്പീഡ് കൂടാൻ ശ്രമിക്കും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, വാൾവ് ഓപ്പറേറ്റ് ചെയ്ത് വീണ്ടും ബ്രേക്ക് അതിലേക്ക് കൊടുക്കും. ഇങ്ങനെ അതിലേക്ക് പൾസേറ്റ് ചെയ്ത് ബ്രേക്ക് കൊടുക്കും. ഇങ്ങനെ നമ്മൾ സഡനായിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ പമ്പ് വെച്ച് നമ്മൾ സഡനായിട്ട് ഈ വാൾവ് ഓപ്പൺ ചെയ്തിട്ട് എല്ലാ ഫ്ലൂയിഡും ഒന്നിച്ച് ആ ഒരു ഡിസ്ക് കാലിബറിലേക്ക് പോയിട്ട് അതിനെ ഒറ്റയടിക്ക് ബ്രേക്ക് പിടിച്ചൊന്നും നിർത്തൂല. അതിന് പകരം എന്ത് ചെയ്യും, പൾസേറ്റ് ചെയ്ത് നമ്മൾ വാൾവ് ഇങ്ങനെ ഓപ്പൺ ചെയ്യും, ക്ലോസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഫ്ലൂയിഡ് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. നമ്മൾ സാധാരണ കേസിലാണെങ്കിൽ നമുക്കറിയാം, പഴയ കാലത്ത് വണ്ടികളാണെങ്കിൽ നമ്മൾ പറയും
പെട്ടെന്ന് ചവിട്ടി നിന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, പമ്പ് ചെയ്ത് ചവിട്ടണം. നമ്മൾ മാനുവലായിട്ട് പഴയ കാലത്ത് നിങ്ങൾ പറഞ്ഞു പമ്പ് ചെയ്ത് ചവിട്ടിയാൽ മതി നിന്നോളും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ സ്പീഡ് എൻജിൻസ് വലിയ വണ്ടികളല്ലായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പഴയ മാരുതി 800 കാറൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ പറയും പെട്ടെന്ന് മുന്നിൽ ഒരാൾ ചാടുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ചവിട്ടി നിർത്തരുത്, ചവിട്ടി എന്താണ് പമ്പ് ചെയ്ത് ചവിട്ടി നിർത്തണം എന്ന് പറയും. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ നമ്മൾ പമ്പ് ചെയ്ത് ചവിട്ടുമ്പോൾ നമ്മൾ ബ്രേക്ക് കൊടുക്കുക, പിന്നെ കൊടുക്കാന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു പൾസേഷൻ വരും. പക്ഷേ ഇവിടെ നമ്മൾ അവിടെ എന്നാലും അതിനൊരു പരിധിയുണ്ട് പൾസേഷന്. കാരണം എന്താ, നമ്മൾ കാലുകൊണ്ട് എടുത്ത് ഇടുമ്പോഴത്തേന് അവിടെ ചിലപ്പോൾ പോയി വണ്ടി തട്ടേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഒറ്റയടിക്ക് ചവിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഈസി വളരെ ഫാസ്റ്റായിട്ട് ഒരു മിനിറ്റിൽ 200 ടൈംസ് എൻ്റെ ഓർമ്മയിൽ ഒന്നും ഞാൻ കൺഫേം ആക്കി പറഞ്ഞുതരാം. അത്രയും പ്രാവശ്യമൊക്കെ ഒരു മിനിറ്റിൽ വളരെ എന്താണ് ഫാസ്റ്റായിട്ട് ഇത് വാൾവ് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യും, പൾസേറ്റ് ചെയ്യും. ABS പൾസേറ്റിംഗ് ടൈം എന്ന് പറയുന്നത് കറക്റ്റ് ഏകദേശം 15 to 20 15 to 20 സെക്കൻഡ്സ് ആണ്. 20 ടൈംസ് പെർ സെക്കൻഡാണ്. നേരത്തെ പറഞ്ഞ 200 ടൈംസ് പെർ മിനിറ്റ് അല്ല, 15 to 20 ടൈംസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 15 മുതൽ 20 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യും, പൾസേറ്റ് ചെയ്യും, ബ്രേക്ക് അപ്ലൈ ചെയ്യും, റിലീസ് ചെയ്യും. അപ്പോൾ എത്ര ഫാസ്റ്റായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ അറിയാം. ABS എന്താണ്, നമ്മൾ ജസ്റ്റ് ബ്രേക്ക് സഡനായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇത് സഡനായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് വീലിലേക്ക് കൊടുക്കാതെ ഇത് പൾസേറ്റ് ചെയ്തിട്ട് 15 ടൈംസ് അല്ലെങ്കിൽ ഒരു 20 ടൈംസ് ഒരു സെക്കൻഡിൽ ഇത് വാൾവ് റിലീസ് ചെയ്യും, ക്ലോസ് ചെയ്യും. അപ്പോൾ ബ്രേക്ക് പ്രഷർ കൊടുക്കും ചെയ്യും, ബ്രേക്ക് കൊടുക്കും, റിലീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ അതുകൊണ്ടുള്ള മെച്ചം വെച്ചാൽ ആ വീല് ലോക്കാവില്ല, നമുക്ക് സ്റ്റിയറിങ് ചെയ്ത് കൊടുക്കാം. സ്റ്റിയറിങ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റിയറിങ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ കാരണം വീലിൽ എന്താണ് ഇങ്ങനെ ബ്രേക്ക് കൊടുക്കുക, റിലീസ് ചെയ്യാത്തതുകൊണ്ട് ആ വീലിനൊരു എന്താ ലോക്കപ്പ് ആവാതെ ഒരു ഇനേർഷ്യ ഇതായിട്ട് നമ്മൾ ആ വീൽ അങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് മാത്രം ലോക്കായി കിടക്കാതെ നമുക്ക് സ്റ്റിയറിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻ കേസ് നമ്മൾ വണ്ടി പോയി തട്ടും തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ടേൺ ചെയ്ത് വളച്ചെടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പൾസേറ്റ് ചെയ്തിട്ട് ഒരു 15 to 20 ടൈംസ് പെർ സെക്കൻഡ് ഏകദേശം 15 മുതൽ 20 പ്രാവശ്യം വരെയൊക്കെ സെക്കൻഡിൽ ഇത് പൾസേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്, നമ്മൾ ജസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ABS ECU ഓരോ വീലിൻ്റെ സ്പീഡ് കാര്യങ്ങൾ സെൻസ് ചെയ്തിട്ട് നമ്മൾ സഡനായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ സഡനായിട്ട് ബ്രേക്ക് ഫോഴ്സ് കൊടുക്കാതെ പൾസേറ്റ് ചെയ്ത് ബ്രേക്ക് കൊടുക്കുകയാണ്. അതുമാത്രമല്ല, ഏതെങ്കിലും ഒരു വീല് എന്താണോ മറ്റു വീലിനേക്കാൾ സ്പീഡ് കൂടുതലോ കുറയോ ചെയ്യുകയാണെങ്കിൽ അതിലേക്കുള്ള ബ്രേക്ക് പ്രഷർ നമ്മൾ എന്ത് ചെയ്യും, ഒരു വീല് സ്പീഡ് കൂടുകയാണ് അങ്ങനെ അതിലേക്ക് കൂടുതൽ ബ്രേക്ക് പ്രഷർ കൊടുക്കും. ഏതെങ്കിലും ഒരു വീല് എന്ത് ചെയ്യുക, സ്പീഡ് കുറയാണ്, ഇപ്പോൾ സഡനായിട്ട് ആ വീല് ലോക്കായി കിടക്കുകയാണ് മറ്റു വീലിനേക്കാളും. കാരണം ചിലപ്പോൾ നമ്മളിപ്പോൾ എല്ലാത്തിലേക്കും പൾസേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ വീലും ഒരേപോലെ നിൽക്കണം എന്നില്ല. കാരണം ചിലപ്പോൾ ഈ ഒരു വീല് ചളിയിൽ കൂടെ അല്ലെങ്കിൽ ഒരു വീല് വെള്ളമുള്ള ഫ്രിക്ഷൻ കുറവായിട്ടുള്ള സർഫേസ് കൂടെ പാസ് ചെയ്യാണ്. ഇപ്പോൾ റോഡിൽ ചിലപ്പോൾ ഒരു സൈഡിൽ വെള്ളം ഉണ്ടാവും, മറ്റു സൈഡിൽ വെള്ളം ഉണ്ടാവണമെന്നില്ല, അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ വെള്ളം എല്ലാ ഭാഗത്ത് അല്ലെങ്കിൽ IC കണ്ടീഷനിൽ ഫ്രിക്ഷൻ ഇല്ലാത്ത ഭാഗത്ത് കൂടെ എന്ത് ചെയ്യും, വണ്ടി കടന്ന് കറങ്ങിയിട്ട് വണ്ടി എന്താണ് ട്വിസ്റ്റ് ചെയ്ത് ആകെ ടേൺ ചെയ്ത് കൺട്രോളൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഏതൊരു വീലാണോ അങ്ങനെ ഫ്രിക്ഷൻ കൂടുതൽ ലോക്കാവുക അല്ലെങ്കിൽ കൂടുതൽ സ്പീഡ് കൂടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിലേക്ക് ബ്രേക്ക് ഫോഴ്സ് കൂടുതൽ കൊടുക്കുക അല്ലെങ്കിൽ റിലീസ് ചെയ്യും. അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മളെ ബ്രേക്ക് ഫോഴ്സ് നമ്മളെന്ത് ചെയ്യാണ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അങ്ങനെ ഇത് ഇതിൽ തന്നെ സിമ്പിളായിട്ടുള്ള ABS ഏറ്റവും എന്താണ് ലോക്കൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താണ് ലോ കോസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിലാകുമ്പോൾ ജസ്റ്റ് പൾസേറ്റ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യുള്ളൂ. അതിന് അഡ്വാൻസ്ഡ് ആയിട്ട് സിസ്റ്റത്തിലാകുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പറയുന്ന നെക്സ്റ്റ് ഓരോ സിസ്റ്റംസ് പറയുന്നുണ്ട്. ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ EBD, അതുപോലെ തന്നെ ESC, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, ഇതൊക്കെ ഇതിൻ്റെ കൂടെ വരുമ്പോൾ ഒന്നും കൂടി എഫക്റ്റീവായിട്ട് നമ്മൾ വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ABS സിസ്റ്റം സിമ്പിൾ ABS സിസ്റ്റം ആണെങ്കിൽ അതിന് എന്താണ് 2 ചാനൽ സിസ്റ്റം 4 ചാനൽ സിസ്റ്റം ഒക്കെ ഉണ്ട്. കൂടുതൽ ഡിസ്ക്രൈബായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ 2 വീലിൽ മാത്രം കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്, 4 വീലിന് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്.
അതുതന്നെ 4 വീലും സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. ഫ്രണ്ടത്തെ 2 വീലും ബാക്കത്തെ 2 വീലും ഒരുമിച്ച് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അതല്ല ഫ്രണ്ടിൽ 3 ചാനൽ സിസ്റ്റമായിട്ട് നമ്മൾ ഫ്രണ്ട് 2 വീലും സെപ്പറേറ്റും ബാക്കത്തെ വീല് ഒന്നിച്ചും കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അതൊക്കെ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ബ്രേക്കിങ് കാര്യങ്ങൾ കിട്ടും. പക്ഷേ കൂടുതൽ കോസ്റ്റ്ലി ആയിരിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. അത്രയും സെൻസറുകൾ കാര്യങ്ങൾ കൂടും. അത് മാത്രമല്ല അത്രയും വാൾവ് കാര്യങ്ങൾ ഇതിലിപ്പോൾ 4 വീലിനെയും കൺട്രോൾ ചെയ്യാൻ 4 സെപ്പറേറ്റ് വാൾവ് കാര്യങ്ങൾ വേണം. അപ്പോൾ അതിനനുസരിച്ചാണ് അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും കൂടുക. അതുപോലെ തന്നെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ 4 വീലിലും 4 ചാനലായിട്ടുള്ള ABS ആണെങ്കിൽ 4 വീലിലേക്ക് ഒരുപോലെ എല്ലാ വീലും നമുക്ക് സെൻസ് ചെയ്തിട്ട് ആ വീലിൻ്റെയൊക്കെ സ്പീഡൊക്കെ വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ എന്നും കൂടി പറയാറുണ്ട്, EBD. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയും. അപ്പോൾ ABS സിമ്പിളായിട്ടുള്ള ABS എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സഡനായിട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സഡൻ ബ്രേക്ക് ഫോഴ്സ് വീലിലേക്ക് കൊടുക്കാതെ പൾസേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുക. ഇത് പൾസേറ്റ് കൊടുക്കുന്നത് നമ്മളല്ല ചെയ്യുന്നത്, ABS ആക്ച്വേറ്റർ പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ പമ്പ് ചെയ്ത് ഫ്ലൂയിഡ് പ്രഷർ കൊടുക്കുകയാണ്. അത് വാൾവ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാണ്. അതൊക്കെ ചെയ്യുന്നത് ABS ECU അല്ലെങ്കിൽ ഒരു മൈക്രോ കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടർ വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഓരോ വീലിൻ്റെ സ്പീഡുകൾ സെൻസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് പെഡൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ബ്രേക്ക് പെഡൽ എത്രത്തോളം ഫാസ്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ അത് ABS ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതനുസരിച്ചാണ് നമ്മൾ ബ്രേക്ക് ഫോഴ്സും കൊടുക്കുന്നത്, വാൾവ് ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ABSൻ്റെ ഓപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓപ്പറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കുക, മനസ്സിലാക്കുക. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും വിശദമായിട്ടൊന്നും കൂടുതൽ കാര്യങ്ങളും എഴുതേണ്ട ആവശ്യമില്ല. മാക്സിമം ഈ ഒരു ലേഔട്ട് വരയ്ക്കുക. മാർക്കിനനുസരിച്ചാണ്. 6 മാർക്കിനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഫിഗർ വെച്ചിട്ട് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. കൂടുതലും 8 മാർക്കിന് 7 മാർക്കിന് 9 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് ABS, എന്തിനാണ് അത് ചെയ്യുന്നത് നിങ്ങൾ എഴുതണം. അതിൻ്റെ ഓപ്പറേഷൻ എഴുതണം, അതിലെ കമ്പോണൻസ് എഴുതണം. 15 മാർക്കിന് ചോദിക്കാൻ സാധ്യതയില്ല. കമ്പോണൻസിനെ കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഓരോ കമ്പോണൻസിനെ കുറിച്ച് വിശദമായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് നോക്കുകയാണ്. അതിനുശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ സ്പീഡ് സെൻസർ, ആദ്യം സ്പീഡ് സെൻസർ എന്തിനാണ്? സ്പീഡ് സെൻസറാണ് നമ്മുടെ വീലിൻ്റെ സ്പീഡ് മനസ്സിലാക്കുന്നത്. സാധാരണ ഹാൾ എഫക്റ്റ് സെൻസേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് കോയിലൊക്കെയാണ് വീലിൻ്റെ സ്പീഡ് അനുസരിച്ച് അത് വോൾട്ടേജിൻ്റെ വേരിയേഷൻ ഉണ്ടാവും. അത് നമ്മൾ ECU ഡിറ്റക്റ്റ് ചെയ്യും. നെക്സ്റ്റ് വാൾവുകൾ എന്ന് പറയുന്നത് ABS സിസ്റ്റത്തെ ബ്രേക്ക് ലൈനിൽ അതിലേക്കുള്ള ബ്രേക്ക് ഫോഴ്സ് ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്യാനാണ്. ഈ പമ്പ് ABSൻ്റെ പമ്പ് ഫ്ലൂയിഡിന് പ്രഷറൈസ് ചെയ്യുമ്പോൾ അത് ഓരോ വീൽ സിലിണ്ടറിലേക്ക് അല്ലെങ്കിൽ കാലിബറിലേക്ക് പോകുന്ന ഫ്ലൂയിഡിനെ കൺട്രോൾ ചെയ്യാനാണ്. അതിന് 3 പൊസിഷനാണുള്ളത്. ഒന്ന് പൊസിഷൻ 1 എന്ന് പറയുന്നത് വാൾവ് ഓപ്പൺ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത്. അത് പ്രഷർ ഫ്രം ദി മാസ്റ്റർ സിലിണ്ടർ പാസ് റൈറ്റ് ത്രൂ ദി ബ്രേക്ക്, നേരെ ബ്രേക്ക് ലൈനിലേക്ക് മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് ഫ്ലൂയിഡ് പ്രഷർ പോകുന്ന പൊസിഷനാണ് പൊസിഷൻ 1. പൊസിഷൻ 2 എന്ന് പറയുന്നത് വാൾവ് ബ്ലോക്ക് ദി ലൈൻസ് ഐസൊലേറ്റിംഗ് ബ്രേക്ക് ഫ്രം ദി മാസ്റ്റർ സിലിണ്ടർ. നമ്മൾ ഫുള്ള് വാൾവ് ബ്ലോക്ക് ആയിട്ടുള്ള കണ്ടീഷൻ, ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ പൂർണ്ണമായിട്ടും ആ ഒരു ലൈനിൽ നിന്ന് ഒഴിവാകും. അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യില്ല, അതിനെ ആ ഒരു ലൈനിനെ തൊട്ട് ആ ഒരു ഏത് ബ്രേക്കിലേക്ക് പോകുന്ന ലൈനാണെങ്കിൽ ആ ലൈൻ, ഇപ്പോൾ നമ്മൾ റിയറിൽ ലെഫ്റ്റ് റിയറിൽ റൈറ്റ് ആണ്, ഏത് ലൈനിലേക്കാണ് പോകുന്നത് അതിലേക്ക് പോകുന്നതിനെ പൂർണ്ണമായിട്ടും ആ വീലിനെ നമ്മൾ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ്. പിന്നെ പൊസിഷൻ 3 എന്ന് പറയുന്നത് വാൾവ് റിലീസ് സം ഓഫ് ദി പ്രഷർ ഫ്രം ദി ബ്രേക്ക്. അതിന് ഒന്ന് ചെറുതായിട്ട് കുറച്ച് തുറന്നിട്ട് കുറച്ച് ബ്രേക്ക് ഫോഴ്സ് റിലീസ് ചെയ്യുക. അപ്പോൾ 3 കണ്ടീഷനാണ് സാധാരണ വാൾവ്. അതിന് ഇത്രയും ഡീപ്പായിട്ടൊന്നും നിങ്ങൾ ജസ്റ്റ് എക്സാമിന് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് 15 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്തും ചോദിക്കാൻ സാധ്യതയില്ല. എന്നാലും അത്രയും ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഒന്ന് ABS എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇത് നിങ്ങളോട് തിരിച്ച് ഈ എക്സാമിന് മാത്രമല്ല, നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തും അതുപോലെ അത് PSC ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, മറ്റു സാധാരണ കമ്പനികളിലേക്കുള്ള ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, അതൊക്കെ ആ സമയത്തൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ വാൾവുകൾ ഇതുപോലെ തന്നെ
ഒന്ന് ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആയിട്ട് കണ്ടീഷൻ ഉണ്ടാവും, ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാവും, കുറച്ച് ഓപ്പൺ ആയിട്ട് ഇതിൽ കുറച്ച് ഫോഴ്സ് റിലീസ് ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടാവും. അതൊക്കെ ചെയ്യുന്നത് ECU ആണ് വാൾവിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഓരോ വീലിലേക്ക് ആവശ്യമായ ബ്രേക്ക് ഫോഴ്സ് ആ റോഡ് കണ്ടീഷൻ അനുസരിച്ചാണ് അത് മനസ്സിലാക്കിയിട്ടാണ് ECU ചെയ്യുന്നത്. പിന്നെ എന്നുള്ള പമ്പ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് പമ്പ്. അതാണ് നമ്മൾ ബ്രേക്ക് പ്രഷർ കൊടുക്കുന്ന ആൾ. നമ്മൾ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്തെങ്കിലും മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് ഫ്ലൂയിഡ് പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് ആ ഫ്ലൂയിഡിന് എന്താണ് ഈ വാൾവിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഹൈഡ്രോളിക് പമ്പുകളാണ്. അതാണ് നമ്മളെ ഈ പമ്പാണ് ഈ പ്രഷറിനെ അല്ലെങ്കിൽ സാധാരണ നമ്മൾ വെറും മാസ്റ്റർ സിലിണ്ടർ ആണെങ്കിൽ നമ്മൾ ആ ഫ്ലൂയിഡ് പ്രഷർ അങ്ങോട്ട് പോയാൽ റിലീസ് ചെയ്യാൻ കഴിയില്ല. പമ്പ് ഉപയോഗിച്ചിട്ടാകുമ്പോൾ നമുക്ക് വാൾവ് ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോഴ്സിനെ അവിടെ നിന്ന് റിലീസ് ചെയ്യാനും വീണ്ടും അങ്ങോട്ട് കൊടുക്കാനും നമ്മൾക്ക് വാൾവ് ഉപയോഗിച്ചിട്ട് ഈ ബൾബും പമ്പും കൂടെ ഉപയോഗിച്ചിട്ട് നമുക്ക് പൾസേറ്റ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺട്രോളറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ABS കൺട്രോളർ അല്ലെങ്കിൽ ABS ECU എന്ന് പറയുന്നത്. ആ ABS ECU ആണ് ഈ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഓരോ വീൽ സ്പീഡ് സെൻസറിൽ നിന്നും അതിൻ്റെ സ്പീഡ് കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്ത് അത് ട്രാക്ഷൻ ലോസ് ആവുന്നുണ്ടോ, കൺട്രോളിൽ നഷ്ടപ്പെടുന്നോ, അത് സ്കിഡായി പോകുന്നുണ്ടോ മനസ്സിലാക്കിയത് അതിനനുസരിച്ച് ABS മോഡുലേറ്ററിനെ വർക്ക് ചെയ്യിച്ചിട്ട് ബ്രേക്കിനെ ഓൺ ഓഫ് ചെയ്യുന്നത്, വാൾവിനെ ഓൺ ഓഫ് ചെയ്യുന്നത്, വാൾവിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ECU ആണ്. അപ്പോൾ ഏകദേശം ഇതിലുള്ള മെയിൻ യൂണിറ്റുകൾ നമ്മൾ സെൻസേഴ്സ്, വാൾവ്, പമ്പ്, കൺട്രോളർ, ഇതാണ് ഇതിലെ മെയിൻ കമ്പണൻറ്റ്. പിന്നെ വരുന്നത് നമ്മൾ ബ്രേക്ക് പെഡൽ, ഫ്ലൂയിഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും നമ്മൾ ഇതോടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് കോമൺ ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റത്തിലുള്ളതാണ്. അത് നിങ്ങൾ ആൾറെഡി സ്റ്റഡി ചെയ്തതാണ്. ഡിസ്കസ് ചെയ്യാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ABS. ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻറ്റേജസ് മാത്രമാണെങ്കിൽ ചോദിക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ABSൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന്, ബെറ്റർ ബ്രേക്കിംഗ് പെർഫോമൻസ് അണ്ടർ മോസ്റ്റ് കണ്ടീഷൻസ്. കൂടുതൽ കണ്ടീഷനുകളിലും മാക്സിമം ബ്രേക്ക് പെർഫോമൻസ് കിട്ടും. സാധാരണ നോർമൽ ബ്രേക്കിങ്ങുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ പെർഫോമൻസ് ബ്രേക്കിംഗ് നമുക്ക് കിട്ടും. അഥവാ കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. സഡനായിട്ട് കൂടുതൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറച്ചിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയും. അപ്പം ഓവറോൾ ബ്രേക്കിംഗ് പെർഫോമൻസ് നമുക്ക് ഏത് കണ്ടീഷനിലാണ്, ഇപ്പോൾ നോർമൽ ഫ്രിക്ഷനിൽ സാധാരണ റോഡാണെങ്കിലും ഇനി അതല്ല ഐസ് അല്ലെങ്കിൽ സ്ലിപ്പറി ആയിട്ടുള്ള സർഫേസുകളൊക്കെ ആണെങ്കിലും അവിടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്, ഡ്രമാറ്റിക്കലി ഡിക്രീസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വളരെയധികം കുറയും. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറയും. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചവിട്ടിയിട്ട് വണ്ടി നിൽക്കുന്ന ദൂരം, അതാണ്. അത് നമ്മൾ പൂർണ്ണമായിട്ട് നമുക്കൊരിക്കലും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 0 ആക്കാൻ കഴിയില്ല. അങ്ങനെ സഡൻ 0 ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ പുറത്തേക്ക് തെറിച്ചു പോകും. നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇപ്പോൾ മിനിമൈസ് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ എത്ര 0 നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന മൈക്രോ സെക്കൻഡ്സിൽ അവിടെ നിന്ന് വണ്ടി നിൽക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ല, ആ മില്ലി സെക്കൻഡ്സിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല. വണ്ടി എന്ത് ചെയ്യും, ഒന്ന് ചെറുതായി മുന്നോട്ട് പോവാതെ ഒരിക്കലും നിൽക്കില്ല. അങ്ങനെ സഡനായിട്ട് പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്കൊക്കെ ആക്സിഡൻറ്റ് കോസ് ആവുകയും ചെയ്യും. അങ്ങനെയല്ല, അതാണ് നമ്മളെപ്പോഴും നമ്മൾ പറയണത്. നമ്മൾ ഫ്രണ്ടിൽ ഒരു ആക്സിഡൻറ്റിൽ എന്തെങ്കിലും കോസുകൾ കാണുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യുന്നു. ഇനി ABS ഉണ്ടായിട്ട് പോലും അപകടത്തിൽ പെടാനും കാരണം അത് തന്നെയാണ്. കാരണം എന്താ, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെയും മുന്നേ നമ്മൾ ഉള്ളിലായിട്ടുള്ള അത്ര അടുത്ത് നമ്മൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് വരികയാണ്, നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതിൻ്റെ ആ ടൈമിൽ നമ്മൾ അവിടെ നിന്ന് സ്റ്റിയറിങ് ചെയ്യാനും കൂടി നമുക്ക് പറ്റാത്ത ടൈമിൽ അവിടെ എന്തെങ്കിലും ഫ്രണ്ടിൽ നമ്മൾ മുന്നിൽ വരികയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിൽ ആലോചിച്ച് ബ്രേക്ക് ചവിട്ടുന്ന സമയം കൊണ്ട് വണ്ടി കുറേ നീങ്ങും. കാരണം അത് നമ്മളെ വാഹനത്തിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ്. അപ്പോൾ അതാണ് മഴയുള്ള സമയത്ത് റെയിനി സമയത്ത് നമ്മളൊരിക്കലും ABS ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വളരെ ഹൈ സ്പീഡിൽ വാഹനം ഓടിക്കാൻ പാടില്ല. അല്ലെങ്കിൽ 40-50 km/h മാക്സിമം റോഡിനനുസരിച്ച് നമ്മൾ ഓടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഡ്രൈ ആയിട്ടുള്ള റോഡ്, നല്ല നേരെയുള്ള റോഡൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ സ്പീഡിൽ എന്ത് ചെയ്യുക, വണ്ടി ഓടിക്കുക. അവിടെ നമുക്ക് ABSും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും നമുക്ക് ദൂരത്ത് ആക്സിഡൻറ്റ് കാര്യങ്ങൾ കാണും. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഫ്രണ്ടിൽ എന്തെങ്കിലും നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ട കണ്ടീഷൻസ് വരികയാണെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. ഓക്കെ,
അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 0 ആക്കാൻ ഒരിക്കലും കഴിയില്ല, കുറക്കാനേ കഴിയുള്ളൂ. അത് നമ്മൾ സാധാരണ ABS ഇല്ലാത്ത സിസ്റ്റം കൊണ്ട് 100 മീറ്ററിലൊക്കെയാണ് വണ്ടി ചവിട്ടിയിട്ട് 100 മീറ്റർ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒരു 90 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ പോകുമ്പോൾ ചവിട്ടിയിട്ട് 100 മീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് 60 മീറ്റർ 40 മീറ്ററിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിയും. അതാണ് വ്യത്യാസം. രണ്ടാമത്തത് എന്ന് പറയുന്നത് ബൈ പ്രിവെൻഷൻ ഓഫ് വീൽ ലോക്കപ്പ് ABS എനേബിൾസ് ദ ഡ്രൈവർ ടു മെയിൻറ്റെയിൻ സ്റ്റിയറിംഗ് കൺട്രോൾ. നമുക്ക് വീൽ ലോക്കപ്പിനെ തൊട്ട് പ്രിവെൻറ്റ് ചെയ്തിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പെട്ടെന്ന് പിടിച്ച് നിർത്താൻ പറ്റാത്ത അവിടെ നമുക്ക് പോയി തട്ടുന്നുള്ള കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിയറിംഗ് ചെയ്യാം പരമാവധി. അപ്പോൾ സ്റ്റിയറിംഗ് ചെയ്യാൻ പറ്റും. എന്നാൽ നോർമൽ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിന് വണ്ടി പോയി നിരത്തി പോയിട്ട് അല്ലെങ്കിൽ വീല് ലോക്കായിട്ട് നമുക്ക് സ്റ്റിയറിംഗ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റിയറിങ്ങും ലോക്കാണ് ഒരു കണ്ടീഷൻ വരും. നമുക്ക് നോർമൽ ബ്രേക്കിംഗ് ആണെങ്കിൽ. ABS സിസ്റ്റം ആകുമ്പോൾ അവിടെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഡിക്രീസ് ഓർ എലിമിനേറ്റ് ചാൻസ് ഓഫ് ലോസിങ് കൺട്രോൾ അണ്ടർ പാനിക് ബ്രേക്കിംഗ്. കൺട്രോൾ പാനിക് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ സഡനായിട്ടുള്ള ആക്സിഡൻറ്റ് പേടിച്ചിട്ടുള്ള ബ്രേക്കിങ്ങിനെയാണ് നമ്മൾ പാനിക് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ആ സമയത്തുള്ള കൺട്രോൾ ലോസായതിന് തൊട്ട് പരമാവധി ഡിക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഒഴിവാക്കും. കാരണം നമ്മൾ അപ്പോൾ പേടിച്ചിട്ട് ഒന്നായിട്ട് ചവിട്ടുക ചെയ്യുക, നമ്മൾ പമ്പ് ചെയ്ത് ചവിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ പമ്പ് ചെയ്ത് പേടിച്ച് ചവിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് പമ്പ് ചെയ്തിട്ടാണ് ചവിട്ടുന്നതുകൊണ്ട് ഒരുവിധം കൺട്രോൾ കിട്ടും. പിന്നെ എൻഹാൻസസ് ദ പോസിബിലിറ്റി ഓഫ് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം. ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ABS സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ കൂടെ അത് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിനും കൂടി സഹായിക്കുന്നുണ്ട്. എന്താണ് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസസ് റിസ്ക് ഓഫ് സ്കിഡിങ് വൈൽ ബ്രേക്കിംഗ്. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്കിഡിങ് പരമാവധി കുറയും. റിസ്ക് ഓഫ് സ്കിഡിങ് ഒഴിവാക്കും. ഇപ്പോൾ ചെറിയ സ്പീഡുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് കരുതിയോടെ തന്നെ പിടിച്ച് നിർത്താൻ പരമാവധി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 0ൻ്റെ അടുത്ത് നിർത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ 20 കിലോമീറ്റർ 30 കിലോമീറ്റർ 50 40 കിലോമീറ്റർ സ്പീഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ പരമാവധി 1 മീറ്റർ 2 മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ 1 മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റും. അത്രേ ലോ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ചെറിയ ഡിസ്റ്റൻസിൽ തന്നെ പിടിച്ച് നിർത്താൻ പറ്റും. ഹൈ സ്പീഡിൽ വരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നോർമലി 100 മീറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് 50 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 30 മീറ്ററിലൊക്കെ പിടിച്ച് നിർത്താൻ പറ്റുന്നത്. അപ്പോൾ സ്പീഡ് കുറയുന്നതനുസരിച്ച് നമ്മളെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും കുറയും, അതുപോലെ സ്കിഡിങ്ങും കുറയും. അതുമാത്രമല്ല ABS സിസ്റ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കിഡിങ് വളരെ കുറയും, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും വളരെ കുറയും. അതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ABS എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ EBD എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ EBFD എന്നും പറയാറുണ്ട്. ഇത് ABSൻ്റെ ഒരു അഡ്വാൻസ്ഡ് സിസ്റ്റമാണ്. വെച്ചാൽ ABSൻ്റെ കൂടെ വരുന്ന ഒരു അഡ്വാൻസ്ഡ് സിസ്റ്റമാണ്. വെറും EBD ഒരിക്കലും ഒരു വെഹിക്കിളിൽ ഉണ്ടാവില്ല. ABS വിത്ത് EBD അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ ഓരോ വാഹനത്തിൻ്റെ ഫീച്ചർ കാണുമ്പോൾ ABS അല്ലെങ്കിൽ ABS മാത്രമുള്ള വാഹനം ഉണ്ടാവും. അല്ലെങ്കിൽ ചില വാഹനങ്ങൾ ഒന്നുകൂടി ലക്ഷറി ആയിട്ടുള്ള ABS വിത്ത് EBD എന്നുണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ABS വിത്ത് EBD ESC എന്ന് കണ്ടിട്ടുണ്ടാവും. ഒന്നുകൂടി നല്ല വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള വെഹിക്കിളാണെങ്കിൽ, കോസ്റ്റ്ലി ആയിട്ടുള്ള വെഹിക്കിളാണെങ്കിൽ ABS വിത്ത് EBD ESC ആൻഡ് ട്രാക്ക് സിസ്റ്റം അഥവാ TRAC സിസ്റ്റം അഥവാ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. TRAC ABS വിത്ത് EBD ESC ആൻഡ് TRAC ഇത്രയും സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ഒന്നുമായി റിലേറ്റ് ചെയ്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ EBD സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 4 ചാനൽ ABS സിസ്റ്റം അഥവാ 4 ചാനൽ കൺട്രോൾ 4 വീലിനെയും സെപ്പറേറ്റ് ബ്രേക്ക് ഫോഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കൺട്രോൾ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് EBD. അത് ഒരു അഡ്വാൻസ്ഡ് ABS സിസ്റ്റത്തിൽ വരുന്നതാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബ്രേക്ക് ഫോഴ്സ് കറക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് നമ്മൾ ഇലക്ട്രോണിക്കലി സെൻസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ വെച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രേക്ക് ഫോഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അവിടെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ സാധാരണ സിമ്പിളായിട്ടുള്ള ABS പോലെ സിമ്പിളായിട്ടുള്ള ABS ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പൾസ് സെറ്റ് ചെയ്ത് ഓരോ വീലും ബ്രേക്ക് ചെയ്യും. അതേപോലെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറയുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് സ്റ്റിയറിങ് ചെയ്ത് പോകാൻ കഴിയും. പക്ഷേ EBD ഉള്ള വാഹനമാകുമ്പോൾ
ഇനിയിപ്പോൾ ഒരു വീല് മാത്രം ചളിയിൽ വെള്ളത്തിൽ എന്തെങ്കിലും സ്ലിപ്പറി കണ്ടീഷൻ അല്ലെങ്കിൽ ഐസ് കൂടെ ഒക്കെ പോവാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഫ്രണ്ട് വീല് മാത്രം ചളീൻ്റെ അവിടെ എത്തി പെട്ടെന്ന് നമ്മൾ ഐസിലെത്തി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വെറും ABS മാത്രം ചെയ്യുമ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. VBD കൂടെ ഉണ്ട്. ഏതെങ്കിലും ഒരു വീലിലെ സെപ്പറേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ലോക്ക് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് നമുക്ക് ബ്രേക്ക് എന്താണ് ആ ഒരു വീലിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ആ വീലിൻ്റെ ലോക്കിംഗ് അപ്പും ആ വീലിൽ സ്പീഡ് വളരെ കുറേ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ സ്കിഡായി വാഹനം മൊത്തത്തിൽ സ്കിഡായി പോകാൻ സാധ്യതയുള്ള കണ്ടീഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ഫോഴ്സിനെ ഇലക്ട്രോണിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ഏതെങ്കിലും ഒരു വീൽ ലോക്കപ്പ് ആവാൻ സ്കിഡാവാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല ഫ്രണ്ട് വീലിലും ബാക്കിലും സെപ്പറേറ്റ് ഫോഴ്സിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിളാണെങ്കിൽ വണ്ടിൻ്റെ എഞ്ചിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് വീൽസിലാണ് വരിക. എപ്പോഴും കൂടുതലും എഞ്ചിൻ ഫ്രണ്ടിലായിരിക്കും കൂടുതൽ വാഹനത്തിന്. അപ്പോൾ എഞ്ചിൻ ഫ്രണ്ടിലായിട്ട് വരുന്ന വാഹനത്തിലൊക്കെ ഫ്രണ്ട് വീൽസ് കൂടുതലേക്ക് വെയിറ്റ് വരും. അപ്പോൾ ഫ്രണ്ട് വീൽ കൂടുതൽ വെയിറ്റ് വരുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ബ്രേക്ക് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് എഫക്റ്റീവായിട്ട് വണ്ടി നിൽക്കില്ല. അപ്പോൾ അവിടെ കൂടുതൽ ഫ്രണ്ടിക്ക് കൂടുതൽ ആ വെയിറ്റിൻ്റെയും കൂടെ ബ്രേക്ക് വന്നിട്ട് വണ്ടി ഫ്രണ്ട് മുഖം കുത്താൻ, അപ്പോൾ വണ്ടീൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഫ്രണ്ടിലേക്ക് കുറച്ച് ബ്രേക്ക് ഫോഴ്സും അല്ലെങ്കിൽ അപ്പോൾ ഫ്രണ്ടിലേക്ക് കുറച്ച് ബ്രേക്ക് കൊടുക്കുകയല്ല, കൂടുതൽ ബ്രേക്ക് കൊടുക്കുകയും ചെയ്യുക. കാരണം വെയിറ്റുള്ള ഭാഗത്ത് നിൽക്കാൻ ജസ്റ്റ് കൺഫ്യൂഷൻ ആയതാണ്. വെയിറ്റുള്ള ഭാഗത്തേക്ക് കൂടുതൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്കിഡാവാതെ നിൽക്കാനാണ് സാധ്യത. കാരണം വെയിറ്റ് ഇല്ലാത്തടത്ത് കൂടുതൽ ബ്രേക്ക് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വീൽ ലോക്കാവും. അപ്പോൾ വെയിറ്റ് ഉള്ള ഭാഗത്തേക്ക് നമ്മൾ ഫ്രണ്ട് വീലിലാണ് വെയിറ്റ് കൂടുതൽ വരിക, അപ്പോൾ അവിടെ കൂടുതൽ ബ്രേക്ക് ഫോഴ്സ് കൊടുക്കുക. കാരണം അപ്പോഴാണ് നമ്മൾ വണ്ടി സ്കിഡാകാതെയും റൊട്ടേറ്റ് ചെയ്യാതെയൊക്കെ വണ്ടി പെട്ടെന്ന് നിൽക്കാൻ സാധ്യത. കാരണം ബാക്ക് വീലിൽ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ ബാക്കിൽ വെയിറ്റ് ഇല്ലാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ വീലിൽ പെട്ടെന്ന് ലോക്കാവാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഫ്രണ്ട് വീലിൽ വെയിറ്റും കാര്യങ്ങളും എഞ്ചിൻ്റെ വെയിറ്റും കാര്യങ്ങളും കൂടുതൽ വരുമ്പോൾ അവിടേക്ക് ബ്രേക്ക് ഫോഴ്സ് കൂടുതൽ കൊടുത്താലും പെട്ടെന്ന് ലോക്കാവാതെ വണ്ടി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ബ്രേക്ക് ഫോഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് വീല് സ്കിഡാവാൻ ചളി കൂടെ പോകാൻ അപ്പം അവിടെ ചെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീലിൻ്റെ ഫ്രിക്ഷൻ കുറവായിരിക്കും. അപ്പോൾ ആ വീലിലേക്ക് ബ്രേക്ക് ഫോഴ്സ് കൂടുതൽ കൊടുക്കാതെ അല്ലെങ്കിൽ അതിനെ കൂടുതൽ പൾസേറ്റ് ചെയ്തിട്ടൊക്കെ അങ്ങനെ നമ്മൾ ഇലക്ട്രോണിക്കലി ചിന്തിച്ചിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് സെൻസർ ഉപയോഗിച്ചിട്ട് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ട് ബ്രേക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് EBD സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ABS സിസ്റ്റത്തിൻ്റെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം മാത്രം തന്നെ ഉള്ളൂ. അല്ലാതെ ഇത് സെപ്പറേറ്റ് ഒരു സിസ്റ്റമായിട്ട് ഒരിക്കലും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ABS വിത്ത് EBD എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള ABSനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് നമ്മൾ ABSനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഇത് ഏകദേശമൊക്കെ പറഞ്ഞിരുന്നു. അഥവാ 4 ചാനൽ ABS സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് എഫക്റ്റീവായിട്ടുള്ള ABS സിസ്റ്റം എന്ന് പറയുന്നത് വിത്ത് EBD ഉള്ള സിസ്റ്റം തന്നെയാണ്. അഥവാ 4 വീലിനും സെപ്പറേറ്റ് നമുക്ക് സ്ലിപ്പറി കാര്യങ്ങളൊക്കെ കണ്ടീഷനൊക്കെ മനസ്സിലാക്കിയിട്ട് റോഡ് കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് ആ റോഡ് കണ്ടീഷനിൽ നമ്മൾ ആ വീലിൻ്റെ സ്പീഡും കാര്യങ്ങളും സെൻസർ അതുപോലെ തന്നെ വണ്ടിൻ്റെ സ്പീഡും വീലിൻ്റെ സ്പീഡും നമ്മൾ എന്ത് ചെയ്യും താരതമ്യം ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വണ്ടി നിന്നിട്ടുണ്ടോ അതോ വീലും മാത്രമേ നിന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബ്രേക്കിനെ പൾസേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീലിലേക്ക് ബ്രേക്ക് ഫോഴ്സ് കൂടുതൽ ആവശ്യമെങ്കിൽ കൂടുതൽ കൊടുത്ത് കുറച്ച് ആവശ്യമില്ലെങ്കിൽ റിലീസ് ചെയ്യിച്ച് അങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് EBD. അപ്പോൾ ABS സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻസ് വിത്ത് EBD എന്ന് പറയുന്നത് ഒന്നും കൂടി കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഫീച്ചറാണ് ABS വിത്ത് EBD എന്ന് പറയുന്നത്. അപ്പോൾ EBD എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ. ഇലക്ട്രോണിക്കലി ഓരോ വീലിലേക്കും നമ്മൾ സെൻസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ബ്രേക്ക് ഫോഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഫ്രണ്ടിലേക്ക് വേറെ റിയർ വീൽസിലേക്ക് വേറെയൊക്കെ അങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത് നമ്മളതിന് സെറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിനനുസരിച്ച് ആ വാഹനത്തിൻ്റെ എയറോഡൈനാമിക്സും അതിൻ്റെ വെയിറ്റും കാര്യങ്ങളും അതിൻ്റെ വെയിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ കാര്യത്തിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ESC ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.